അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി. പ്രിയ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറ മാഇദയിലെ ആയത്തുകളുടെ വെളിച്ചത്തിൽ പവിത്രതയെക്കുറിച്ചും ഹറാമിനെക്കുറിച്ചുമുള്ള ചില ഖുർആൻ പാഠങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഇന്നത്തെ ഖുർആൻ ടോക്കിൽ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഔഫൂ ബിൽ ഉഖൂദ് ഉഹില്ലത് ലക്കും ബഹീമത്തുൽ അൻആമി ഇല്ലാ മാ യുത്ലാ അലൈക്കും ഗൈറ മുഹില്ലി സ്വൈദി വഅൻതും ഹുറും ഇന്നല്ലാഹ യഹ്കുമു മാ യുരീദ്. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിക്കുന്നവരെ, ഔഫൂ ബിൽ ഉഖൂദ്, കരാറുകൾ നിങ്ങൾ പാലിക്കൂ. ഉഖൂദ് എന്നത് അഖ്ദിൻ്റെ പ്ലൂറലാണ്. എന്താണ് അഖ്ദ്? ഇമാം റാഗിബ് അസ്ഫഹാനി റഹ്മത്തുള്ള പറയുന്നു, അൽ ജംഉ ബൈന അത്റാഫി ഷൈ, ഒരു വസ്തുവിൻ്റെ രണ്ട് അറ്റവും കൂട്ടിയോജിപ്പിക്കുന്നതിനാണ് ഭാഷയിൽ ലിറ്ററലി അഖ്ദ് എന്ന് പറയുന്നത്. പിന്നീട് അത് കയറ് പോലത്തെ എന്തെങ്കിലും ഭൗതിക വസ്തുവിൻ്റെ, ഫിസിക്കലായിട്ടുള്ള വസ്തുവിൻ്റെ രണ്ട് അറ്റവും കൂട്ടിയോജിപ്പിക്കുന്നതിനാണ് അത് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നീട് ഈ വാക്ക് കടമെടുക്കപ്പെട്ടിട്ടുള്ളത് കുറച്ച് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. സുമ യുസ്തഅറു ദാലിക ലിൽ മആനി നഹു അഖ്ദിൽ ബൈഇ, കച്ചവടം പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ രണ്ടുപേർ ചിലപ്പോൾ പരസ്പരം കൈകൊടുത്തുകൊണ്ട് ചെയ്യുന്ന ചില കണ്ടീഷൻസാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെയ്യുന്ന ചില കരാറുകളാണ് അഖ്ദുകൾ. ഇത്തരത്തിൽ അള്ളാഹു നമ്മോട് വാങ്ങിയ കരാറിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അവൻ പവിത്രമാക്കിയ കാര്യങ്ങളോടുള്ള നമ്മുടെ സമീപനം. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് അവൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങളോടുള്ള നമ്മുടെ സമീപനം. ഈ സൂറ മാഇദയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീമുകളിലൊന്ന് അള്ളാഹു നിഷിദ്ധമാക്കിയതിനോട് നമുക്കുണ്ടാകേണ്ട താല്പര്യമില്ലായ്മയും അതുപോലെ അവൻ പവിത്രമാക്കിയതിനോട് നമുക്കുണ്ടാകേണ്ട റവറൻസുമാണ്. നമുക്ക് മുമ്പ് അള്ളാഹു ബനു ഇസ്രായേലിൽ നിന്നും കരാറ് വാങ്ങിയതിനെക്കുറിച്ചും പിന്നീടുണ്ടായ സംഗതികളും ഈ സൂറ പറയുന്നുണ്ട്. വലഖദ് അഖദല്ലാഹു മീസാഖ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിൽ നിന്നും അള്ളാഹു മീസാഖ് വാങ്ങി, കരാറ് എടുത്ത സന്ദർഭം. മീസാഖ് എന്ന് പറഞ്ഞാൽ അഖ്ദുൻ മുഅക്കദുൻ ബിയമീൻ, സത്യം ചെയ്തുകൊണ്ടുള്ള ദൃഢമായ കരാറിനാണ് മീസാഖ് എന്ന് പറയുന്നത്. സിഖ അഥവാ റിലയബിലിറ്റി, ദൃഢത എന്ന വാക്കിൽ നിന്നാണ് അതുണ്ടാകുന്നത്. ദൃഢമായ കരാറാണ്. അങ്ങനെ ബനു ഇസ്രായേലിൽ നിന്ന് കരാറ് വാങ്ങിയതിനു ശേഷം പിന്നെ എന്തുണ്ടായി എന്ന് മറ്റൊരായത്തിൽ പറയുന്നു, ഫബിമാ നഖ്ലിഹിം മീസാഖഹും ലഅന്നാഹും, അവരുടെ കരാർ ലംഘിച്ചത് കാരണം, ബ്രേക്ക് ചെയ്തത് കാരണം, ലഅന്നാഹും, അവരെ നാം ശപിച്ചു എന്ന് പറയുന്നു. അതോടൊപ്പം ഞങ്ങൾ നസാറാക്കളാണ് എന്ന് പറഞ്ഞ ആളുകൾ, അവരിൽ നിന്നും നാം കരാറ് വാങ്ങി. അമിനല്ലദീന ഖാലു ഇന്നാ നസ്വാറ അഖദിനാ മീസാഖഹും, നിശ്ചയം ഞങ്ങൾ നസാറാക്കളാണ് എന്ന് പറഞ്ഞവരിൽ നിന്ന് അഖദിനാ മീസാഖഹും, നാം അവരുടെ കരാറ് വാങ്ങി. പക്ഷേ എന്താ സംഭവിച്ചത്? ഫനസൂ ഹല്ലം മിമ്മാ ദുക്കിറു ബി, അവരെ റിമൈൻഡ് ചെയ്യപ്പെട്ടിരുന്ന, അവർക്ക് നൽകപ്പെട്ടിരുന്ന കരാറിലെ ടേംസിലെ മഹാഭൂരിപക്ഷവും അവർ വിസ്മരിച്ചുപോയി, അവർ മറന്നു കളഞ്ഞു എന്നാണ് അള്ളാഹു പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഔഫൂ ബിൽ ഉഖൂദ്. അപ്പോൾ തുടങ്ങുന്നത് തന്നെ സത്യവിശ്വാസികളെ അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരെ നിങ്ങൾ കരാറുകൾ പാലിക്കണം എന്ന് പറഞ്ഞ, അത് പറഞ്ഞ ഉടനെ പവിത്രമാക്കിയതോ നിഷിദ്ധമാക്കിയതോ ആയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യം പറയുന്നത് നമുക്ക് ഹലാലാക്കിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. ഉഹില്ലത് ലക്കും ബഹീമത്തുൽ അൻആമി ഇല്ലാ മാ യുത്ലാ അലൈക്കും, നിങ്ങൾക്ക് ഹലാലാക്കപ്പെട്ടിരിക്കുന്നു ബഹീമത്തുൽ അൻആം, നിങ്ങൾ സാധാരണ മാംസത്തിനു വേണ്ടി അറുക്കുന്ന മൃഗങ്ങളിൽ, നാൽക്കാലി മൃഗങ്ങളിൽപ്പെട്ട ഒട്ടകം, ആട്, ചെമ്മരിയാട്, പശു എന്നിവ നിങ്ങൾക്ക് ഹലാലാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അതിൻ്റെ ഹിക്മത്തിനെക്കുറിച്ച് ഇബ്നു അശൂർ റഹ്മത്തുള്ള പറയുന്നു, ആദ്യം തന്നെ നിഷിദ്ധമായ കാര്യങ്ങൾ പറയുന്നതിന് പകരം നിങ്ങൾക്ക് ഹലാലാക്കിയ വിശാലമായ കാര്യങ്ങളുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഹലാലാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അള്ളാഹു തുടങ്ങിയത് എന്നാണ്. അതിനുശേഷമാണ് പറയുന്നത് ഇല്ലാ മാ യുത്ലാ അലൈക്കും, എക്സെപ്റ്റ് ദാറ്റ് വിച്ച് ഷാൾ ബി റെഡ് ഓവർ ടു യു, നിങ്ങൾക്ക് വിവരിച്ചു തരുന്നതൊഴികെ, ഇല്ലാ മാ യുത്ലാ അലൈക്കും ഗൈറ മുഹില്ലി സ്വൈദി വഅൻതും ഹുറും, ഇഹ്റാമിലായിരിക്കെ, ഹജ്ജിനോ ഉംറക്കോ നിയ്യത്ത് ചെയ്ത്
നിങ്ങൾ വസ്ത്രം മാറി അതിലേക്ക് പ്രവേശിച്ചിരിക്കെ പിന്നീട് നിങ്ങൾക്ക് വേട്ടയാടൽ, വേട്ടമൃഗം അനുവദനീയമല്ല. പ്രൊവൈഡഡ് ദാറ്റ് നിങ്ങൾ ഇഹ്റാമിലായിരിക്കെ വേട്ടമൃഗങ്ങൾ അനുവദനീയമല്ല. ബാക്കി ഈ പറയപ്പെട്ട മൃഗങ്ങളെല്ലാം നിങ്ങൾക്കിനി വിവരിച്ചു തരുന്നതൊഴികെ ഹലാലാണ്. ഇത് ബനു ഇസ്രായേലിൻ്റെ പവിത്രതയുടെ സങ്കല്പവുമായിട്ട് സാമ്യതയുള്ള സങ്കല്പമാണ് ഇസ്ലാമിൻ്റെത്. കൊദേശ് എന്നാണ് പവിത്രതക്ക്, സൈക്രഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ജുദായിസത്തിൽ പറയുന്നത്. കൊദേശ് അതല്ലാത്ത കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ സാധാരണ രീതിയിൽ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്നാൽ കൊദേശായിട്ടുള്ള പവിത്രമായിട്ടുള്ള സംഗതികൾ സ്പെഷ്യൽ നിയമങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്ഥലങ്ങളാണ്, അല്ലെങ്കിൽ സമയമാണ്. പവിത്രമായ സ്ഥലമുണ്ട്, പവിത്രമായ സമയമുണ്ട്, സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് ശബത്ത് എന്ന് പറയുന്നത് ഒരു പവിത്രമായ ദിവസമാണ്. അപ്പോൾ സാധാരണ ദിവസത്തിന് അപ്ലിക്കബിൾ ആകുന്ന നിയമങ്ങളല്ല ആ ദിവസം അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ പവിത്രമായ സ്ഥലത്തിന് പ്രത്യേക നിയമങ്ങളാണ്, പ്രത്യേക റെഫറൻസ് ആവശ്യമുണ്ട്, പ്രത്യേക രീതിയിലുള്ള സമീപനം ആവശ്യമുണ്ട്. അല്ലാത്ത കോമൺ ആയിട്ടുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ സമയങ്ങളൊക്കെ ഉണ്ട്. അതിനെയാണ് നമ്മൾ പ്രൊഫൈൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. ഈ പ്രൊഫൈൻ എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതിനൊരു നെഗറ്റീവ് കൊണോട്ടേഷൻ ഉണ്ട്. പക്ഷേ ഒറിജിനലി പവിത്രമല്ലാത്ത എല്ലാ കോമൺ ആയിട്ടുള്ള സാധനങ്ങൾക്കുമാണ് അത് പറയുന്നത്. അപ്പോൾ ഇസ്ലാമിലും അങ്ങനെയാണ്. പവിത്രമായിട്ട് നമ്മൾ ഇസ്ലാം നിശ്ചയിച്ച സമയങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഉണ്ട്. അതിൽപ്പെട്ടതാണ് ഇഹ്റാം. ഹജ്ജിന് വേണ്ടിയിട്ട് ഒരാൾ നിയത്ത് ചെയ്ത് ഹജ്ജിലേക്ക് പ്രവേശിക്കൽ. അതിനുശേഷം അതൊരു പ്രത്യേക സ്റ്റേറ്റാണ്, ഒരു പവിത്രമായ സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റിൽ സാധാരണ അവസ്ഥയിൽ അനുവദനീയമായ കാര്യങ്ങളൊന്നും അനുവദനീയമല്ല. അപ്പോൾ അള്ളാഹു പ്രത്യേകം പവിത്രമാക്കിയ സന്ദർഭമാണ്. അതിനോടുണ്ടാകേണ്ട റവറൻസ് അള്ളാഹുവിൻ്റെ കരാർ പാലിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്നല്ലാഹ യഹ്കുമുമായുരീദ്, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് വിധിക്കുന്നു. അവൻ്റെ ഉദ്ദേശം അവൻ്റെ ഹിക്മത്തും ഇൽമും അതിലുമൊക്കെ ഉൾക്കൊള്ളുന്നതാണ്. അങ്ങനത്തെ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന നിയമങ്ങൾ അവൻ നിശ്ചയിക്കുന്നു. ഇതിൻ്റെ അടുത്ത ആയത്തിൽ തന്നെ വീണ്ടും സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നത് അള്ളാഹു പവിത്രമാക്കിയതിനോട് ഉണ്ടാകേണ്ട സമീപനത്തെക്കുറിച്ച് തന്നെയാണ്. യാഹുവല്ലദീന ആമനു, അല്ലയോ വിശ്വസിക്കുന്നവരെ, ലാ തുഹില്ലു ഷആയിറല്ലാ, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ, ഷിആറുകളെ നിങ്ങൾ കോമൺ രീതിയിൽ ഡീൽ ചെയ്യരുത്. അത് കുറച്ച് പവിത്രമായതാണ്, അതിന് സ്പെഷ്യൽ ആദരവ് ആവശ്യമുള്ളതാണ്. അതിനെ നിങ്ങൾ സാധാരണ രീതിയിൽ ഡീൽ ചെയ്യരുത്, അല്ലെങ്കിൽ അതിനോട് അനാദരവ് കാണിക്കരുത്, നിന്ദിക്കരുത്. വലഷഹ്റൽ ഹറാം, പവിത്ര മാസങ്ങളെയും, വലൽ ഹദിയ, ബലിമൃഗത്തെയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹു പവിത്രമാക്കിയതിനോട് ഉണ്ടാകേണ്ട റവറൻസിനെ കുറിച്ചാണ് പറയുന്നത്. അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഹറാമാക്കിയതിനെ സമീപിക്കുന്നത് പോലെ, ഹറാമാക്കിയത് ചെയ്യുന്നത് പോലെ ഗൗരവമാണ്. കാരണം പിന്നീട് പറയുന്നത് അള്ളാഹു ഹറാമാക്കിയ കുറച്ച് കാര്യങ്ങളാണ്. അള്ളാഹു നമ്മുടെ പ്യൂരിറ്റിക്ക് വേണ്ടി ഭൗതികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള ചില കാര്യങ്ങൾ അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്. നമുക്ക് ചില ഭക്ഷണങ്ങൾ ഹറാമാക്കിയിട്ടുണ്ട്. വിവാഹം കഴിക്കാൻ ആരെയൊക്കെയാണ് നിങ്ങൾക്ക് ഹലാലായത് എന്നാണ് പിന്നെ പറയുന്നത്. ആദ്യം ഭക്ഷണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, അത് വളരെ ഭൗതികമായ ഒരു കാര്യമാണ്. പിന്നീട് വിവാഹത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, അതിലുള്ള പ്യൂരിറ്റി ഇമ്പ്യൂരിറ്റി കാര്യങ്ങളാണ്. അതിനുശേഷം പിന്നെ തൊട്ടടുത്ത ആയത്തിൽ പറയുന്നത് നിസ്കാരത്തിലുള്ള വുളുവിനെ കുറിച്ചാണ്. അവിടെ വേണ്ട ശുദ്ധി, അവിടെ വേണ്ട പ്യൂരിറ്റിയെക്കുറിച്ചാണ്. ഇങ്ങനെ അള്ളാഹു ഈ പ്യൂരിറ്റിക്ക് വേണ്ടി നിശ്ചയിച്ച കുറേ നിയമങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് നിങ്ങൾ ഹുരിമത്ത് അലൈക്കുമുൽ മൈത്തത്തു, നിങ്ങൾക്ക് ശവം ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. വദ്ദമു വലഹമുൽ ഖിൻസിയർ, നിങ്ങൾക്ക് രക്തം ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ പന്നിയുടെ മാംസം ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. അതേപോലെ വമാ ഉഹില്ല ലിഗൈരില്ല, അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കപ്പെട്ട മാംസവും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഈ ഹറാമാക്കപ്പെട്ട കാര്യങ്ങൾ, പന്നിമാംസം കഴിക്കുന്നത്, രക്തം കുടിക്കുന്നത്, ശവം കഴിക്കുന്നത്, അതൊക്കെ എത്രമാത്രം വലിയ തെറ്റും എത്രമാത്രം ഗൗരവമുള്ള കാര്യമാണോ അതുപോലെ തന്നെയാണ് അള്ളാഹു പവിത്രമാക്കിയ കാര്യങ്ങളെ അതിൻ്റെ പവിത്രതക്ക് നിരക്കാത്ത രീതിയിൽ, ഒരു കോമൺ രീതിയിൽ അതിനെ ഡീൽ ചെയ്യുന്നതും അതിനെ അപ്രോച്ച് ചെയ്യുന്നതും. പവിത്രത രണ്ട് രീതിയിലാണ്. ഒന്ന് അള്ളാഹു തന്നെ നൽകിയിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് പവിത്രമായ മാസങ്ങൾ, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. പവിത്രമായ മാസങ്ങളുണ്ട്, കഅബയുണ്ട്, അതുപോലെയുള്ള വെള്ളിയാഴ്ച പോലെയുള്ള ദിവസങ്ങളുണ്ട്. അങ്ങനെ പവിത്രമാക്കിയ കുറേ സംഗതികളുണ്ട്. അതിനു പുറമെ നമുക്ക് പവിത്രമാക്കാവുന്ന, അല്ലെങ്കിൽ നമ്മൾ ചില പ്രവർത്തികളിലൂടെ സ്പെഷ്യലാക്കി മാറ്റുന്ന ചില സംഗതികളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്ഥലം, അത് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി മാത്രമാക്കി റിസർവ് ചെയ്ത് വഖഫ് ചെയ്യുമ്പോൾ ആ സ്ഥലം പവിത്രതയുള്ള സ്ഥലമായി മാറി. പിന്നെ സാധാരണ സ്ഥലത്തോട്
ഉള്ള അപ്രോച്ച് ആയിരിക്കരുത്, അല്ലെങ്കിൽ അതിനോടുള്ള സമീപനം സാധാരണ ഒരു കോമൺ സ്ഥലത്തോടുള്ള സമീപനമല്ല. അതിന് പവിത്രതയുണ്ട്, അതിന് ആ പവിത്രത നമ്മൾ കൽപ്പിച്ച് നൽകണം. അതിനെ നമ്മൾ സാധാരണ ഈ കോൺസിക്രേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിലൂടെ ഒരു സാധനത്തെ നമുക്ക് പവിത്രമാക്കി മാറ്റാം. അത്തരത്തിൽ ഈ സൂറയിൽ തന്നെ കാണാൻ കഴിയും, നിങ്ങളുടെ സത്യങ്ങളെക്കുറിച്ച്, നമ്മുടെ സത്യങ്ങളെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. അത് ലംഘിക്കാൻ പാടില്ല. കാരണം സാധാരണ ഒരു കോമൺ സാധനമാണ്, പക്ഷേ നമ്മളൊരു പ്രത്യേക രീതിയിൽ അതിനെ പവിത്രമാക്കുകയാണ്. ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി ഫീ അയ്മാനിക്കും. കാഷ്വലായിട്ടുള്ള നിങ്ങളുടെ ശപഥങ്ങളെ അവൻ പിടികൂടില്ല, അതിന് അവൻ നിങ്ങളെ റെസ്പോൺസിബിൾ ആക്കുന്നില്ല. പക്ഷേ വലാക്കിൻ യുആഖിദുക്കും ബിമ അഖത്തുമുൽ ഐമാൻ, നിങ്ങൾ ദൃഢമായിട്ട് ചെയ്യുന്ന സത്യങ്ങൾ, അള്ളാഹുവിൻ്റെ പേരിലൊക്കെ അള്ളാഹുവാണെ ഞാനിന്നത് ചെയ്യും എന്നൊക്കെ നിങ്ങൾ ദൃഢമായിട്ട് ചെയ്യുന്ന സത്യങ്ങൾ, അതിൻ്റെ പേരിൽ അത് നിങ്ങൾ റെസ്പോൺസിബിളാണ്, അത് നിങ്ങളുടെ മേൽ ബാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങളൊരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് സാധാരണ കാഷ്വലി പറയുന്ന പോലെയല്ല. അതിൻ്റെ ചെയ്തി, അത് ചെയ്യുക എന്ന് പറയുന്നത് പിന്നെ സ്പെഷ്യലായിട്ട് മാറി. അപ്പോൾ അതിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. അഥവാ നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് നിങ്ങൾ കഫാറത്ത് നൽകണം. കഫാറത്തു ഇത്ആമു അശറത്തി മസാക്കിയൻ, 10 മിസ്കീന്മാരെ നിങ്ങൾ ഭക്ഷിപ്പിക്കുന്നതിലൂടെ മാത്രമേ അതിൻ്റെ പാപം പിന്നീട് നിങ്ങളിൽ നിന്ന് നീങ്ങുകയുള്ളൂ. അതിന് കഴിയാത്തവർ അവർക്ക് വസ്ത്രം നൽകണം, അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കണം. ഇതിനൊന്നും വകയില്ലെങ്കിൽ ഫമല്ലം യജിദ് ഫസിയാമു സലാസത്തി അയ്യാം, 3 നാൾ നോമ്പെടുക്കണം. അതാണ് നിങ്ങളുടെ സത്യലംഘനത്തിനുള്ള കഫാറത്ത്. ദാലിക്ക കഫാറത്തു ഐമാനിക്കും ഇത് ഹലഫ്തും, നിങ്ങൾ ലംഘിക്കുമ്പോൾ നിങ്ങളുടെ സത്യങ്ങൾക്കുള്ള കഫാറത്ത് അതാണ്. വഹ്ഫലു ഐമാനക്കും, നിങ്ങളുടെ സത്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക എന്നാണ് അള്ളാഹു പറയുന്നത്. ഇതുപോലെ നമ്മുടെ നിശ്ചയം കൊണ്ടും നിയത്ത് കൊണ്ടും പവിത്രമായി മാറുന്ന മറ്റൊന്നാണ് ബലിമൃഗവും. അതിൻ്റെ കാര്യം സൂറയിൽ 3-4 ഇടങ്ങളിലായിട്ട് ആവർത്തിച്ച് പറയുന്നുമുണ്ട്. അതിനെ നമ്മൾ വില കുറച്ച് കാണരുത്, നിസ്സാരവൽക്കരിക്കരുത്. അതുപോലെ തന്നെ കഅബയെക്കുറിച്ച് പറയുന്നുണ്ട് സൂറയിൽ. ഓരോ ആയത്തും ഞാൻ എടുത്തു പറയുന്നില്ല. അതേപോലെയുള്ള ഓരോ കാര്യങ്ങളും, നമ്മൾ സക്കാത്തിന് വേണ്ടി നിശ്ചയിക്കുന്ന മുതൽ, ഫിത്ർ സക്കാത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന അരി, അതിനോട് നമുക്ക് സ്പെഷ്യലായിട്ടുള്ള സമീപനം വേണം. കോമൺ ആയിട്ടുള്ള മറ്റ് വസ്തുക്കളോടുള്ള സമീപനമല്ല വേണ്ടത്. അതിനെയും നിസ്സാരവൽക്കരിക്കരുത്. അതിനെ ഏത് രീതിയിലാണോ, അതിൻ്റെ അളവാണോ തൂക്കമാണോ, ലിറ്ററാണ് കണക്കാക്കാറെങ്കിൽ ലിറ്റർ അളവിൽ തന്നെ അത് കണക്കാക്കുക എന്നുള്ളതാണ് അതിൻ്റെ പവിത്രതയോട്, അതിനെ ബഹുമാനിക്കുന്നതിനോട് ചേർന്ന് നിൽക്കുന്നത്. ബലിമൃഗത്തെക്കുറിച്ച് തന്നെ റസൂല് പറഞ്ഞതിൽ നിന്നത് വ്യക്തമാണ്. റസൂല് ബലിമൃഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ബലിമൃഗത്തെ അറക്കുന്നവർ ഇന്ന ഔവലമാൻ അബുദൗ ബിഹി ഫി യൗമിന ഹാദ, ഇന്നത്തെ ദിവസം നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അന്നുസല്ലിയ, നിസ്കരിക്കുക എന്നുള്ളതാണ്. സുമ്മൻ അർജി, എന്നിട്ട് നമ്മൾ മടങ്ങി വരും, ഫനനഹറ, എന്നിട്ടാണ് ബലി കൊടുക്കുക. ഇനി ആരെങ്കിലും അതിൻ്റെ റിവേഴ്സിൽ ചെയ്തു കഴിഞ്ഞാൽ, മൻ ഫഅലഹു ഫഖദ് അസാബ സുന്നത്തന, ഇങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവൻ നമ്മളെ ചര്യേപ്പിൻ പറ്റി. ഫമദ് ദബഹ കബുലു, നമ്മൾ നിസ്കരിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും അറുത്തു കഴിഞ്ഞാൽ, ഫൈനമാവുക ലഹമുൻ ഖദ്ദമൗലി അഹ്ലി, സ്വന്തം കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെക്കുന്ന ഒരു മാംസം മാത്രമേ അതാകുന്നുള്ളൂ. ലൈസ മിന്നൻ നുസ്കി ഫിഷൈ, അത് ബലിയിൽ നിന്ന്, സാക്രിഫൈസിൽ നിന്നൊന്നും ആകുന്നില്ല. അത് സാക്രിഫൈസ് ആയിട്ടില്ല, ബലി ആയിട്ടില്ല എന്നാണ് റസൂൽ പഠിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെ സ്പെഷ്യലായിട്ടുള്ള സാക്രഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അതിൻ്റേതായ നിയമങ്ങളുണ്ട്. അത് നമ്മുടെ ലോജിക്കിനനുസരിച്ച് വരണമെന്നില്ല. നിസ്കരിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ബലിയർത്തുകൂടാ? ബലിയർത്താലും നിസ്കരിക്കുന്നതിന് മുമ്പ് അർത്താലും ശേഷം അർത്താലും ആ മാംസം ഒരേപോലെയല്ലേ ഭക്ഷിക്കപ്പെടുന്നത് എന്നൊക്കെ നമുക്ക് സാധാരണ കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാം. പക്ഷേ ബലിയാക്കി ഒരു മൃഗത്തെ നമ്മൾ നിശ്ചയിക്കുമ്പോൾ, നിയത്ത് ചെയ്യുമ്പോൾ, അത് സ്പെഷ്യൽ മൃഗമാണ്, അതിന് സ്പെഷ്യൽ നിയമം ബാധകമാണ്. ആ നിയമം അള്ളാഹു റസൂലും പഠിപ്പിച്ചതുപോലെ വേണം. ഹജ്ജിൻ്റെ കാര്യത്തിൽ സ്പെഷ്യൽ നിയമങ്ങൾ ബാധകമാണ് ഇഹ്റാം ചെയ്തതിന് ശേഷം. അതുപോലെ സക്കാത്തിൻ്റെ മുതലിനെക്കുറിച്ച് സ്പെഷ്യൽ നിയമം ബാധകമാണ്. അത് ശരീഅത്ത് എന്താണോ പഠിപ്പിച്ചത് അതുപോലെ ആയിരിക്കണം. ഫിത്ർ സക്കാത്തിൻ്റെത് ഭക്ഷ്യവസ്തുവാണ് കൊടുക്കാൻ പറഞ്ഞെങ്കിൽ ഭക്ഷ്യവസ്തു കൊടുക്കണം. അത് ആളുകൾക്ക് ഉപകാരപ്പെടില്ലല്ലോ എങ്കിൽ നമുക്ക് പണം കൊടുത്തൂടെ എന്ന് ചിന്തിക്കുന്നത് അതിൻ്റെ ഈ ഒരു സേക്രഡ്നെസ് മനസ്സിലാവാത്തത് കൊണ്ടും, മാത്രമല്ല അതുകൊണ്ട് എന്തൊക്കെയാണ് അള്ളാഹു നന്മകൾ നമുക്ക് നൽകിയത്, ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ഹിക്മത്തോടുകൂടെ മനസ്സിലാക്കാൻ കഴിവില്ലാത്തത് കൊണ്ടുമാണ്. പലപ്പോഴും ദീനിലുള്ള പ്രയോറിറ്റി ലംഘിച്ചുകൊണ്ട്, ദീൻ നൽകിയ പ്രാധാന്യത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുമൊക്കെ ആളുകൾ ഹജ്ജ് ഉംറയുടെ വിഷയത്തിലും സക്കാത്തിൻ്റെ വിഷയത്തിലും നേർച്ചയുടെയും ബലിയുടെയും ഒക്കെ വിഷയത്തിൽ പരസ്പരം മത്സരിക്കുന്നതും പൊങ്ങച്ചം നടിക്കുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അതിനെ വിമർശിക്കുന്ന ആളുകൾ ഒരിക്കലും ഇതിൻ്റെ പ്രാധാന്യത്തെ വിലകുറച്ച് കാണുകയോ ഇതിനെ നിസ്സാരവൽക്കരിക്കുകയോ ഇതിനെ നമ്മൾ സാധാരണ ലോജിക്ക് അനുസരിച്ചിട്ട് ഇതിനെ വ്യാഖ്യാനിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല.
അള്ളാഹു പവിത്രമാക്കിയ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മനുഷ്യരുടെ ചില ശരീരവും അതുപോലെ ജീവനും. ആരുടെയും ജീവൻ അപഹരിക്കാൻ അവകാശമില്ല, സ്വന്തം ജീവൻ പോലും. അതുപോലെ ശരീരവും വളരെ സീക്രഡായ സ്പേസാണ്. ശരീരവും ശരീരത്തിലെ അവയവങ്ങളോടും നമ്മളൊരു സമീപനം സീക്രഡായ ഒന്നിനോടുള്ള സമീപനം തന്നെയാവണം. വളരെ സെൻഷ്വലായ പ്ലഷറിന് വേണ്ടിയിട്ട് ശരീരത്തെ മോശമായ രീതിയിൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അള്ളാഹു ഇതിൽ ആദമിൻ്റെ 2 മക്കളുടെ കഥ പറയുന്നു. അവർ അള്ളാഹുവിൻ്റെ സാമീപ്യത്തിന് വേണ്ടിയിട്ട് എന്തോ ഓഫർ ചെയ്തപ്പോൾ അതിൽ നിന്ന് ഒരാളുടേത് സ്വീകരിക്കുന്നു. ഇത് ഖറബ ഖുർബാനൻ, അവരൊരു കുർബാന സമർപ്പിച്ചപ്പോൾ രണ്ടുപേരും അള്ളാഹുവിൻ്റെ സാമീപ്യം കിട്ടാൻ വേണ്ടി ബേൺഡ് ഓഫറിങ്ങും ആനിമൽ സാക്രിഫൈസും ഒക്കെ ഇസ്രായേലി പാരമ്പര്യത്തിലുള്ളതാണ്. തീനാൽ വേവിച്ച എന്തെങ്കിലും ആകാം, അല്ലെങ്കിൽ ആനിമൽ സാക്രിഫൈസ് ആകാം. അത് അള്ളാഹുവിന് സമർപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സാമീപ്യം കിട്ടും എന്നതാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ സാമീപ്യത്തിന് വേണ്ടി അവർ കുർബാന സമർപ്പിച്ചപ്പോൾ ഒരാളുടേത് സ്വീകരിക്കുകയും മറ്റേയാളുടേത് സ്വീകരിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ഒരാൾ പറയുന്നുണ്ട്, ലഖ്തുലന്നക, ഞാൻ നിന്നെ കൊന്നുകളയും. അങ്ങനെ അദ്ദേഹം കൊല്ലുകയും അതിനുശേഷം അദ്ദേഹത്തിന് ഖേദമുണ്ടാവുകയും അള്ളാഹു ഒരു കാക്കയെ അയച്ചുകൊണ്ട് തൻ്റെ സഹോദരൻ്റെ നഗ്നശരീരം എങ്ങനെ മറമാടണം എന്ന് കാക്ക കാണിച്ചു കൊടുക്കുകയും ഈ കാക്കയെപ്പോലെ ആകാൻ പോലും എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് അദ്ദേഹം സഹോദരൻ്റെ കാര്യം ഓർത്ത് വിലപിക്കുകയും ഫസ്ബഹ മിനൻ നാദിമീൻ, അങ്ങനെ അങ്ങേയറ്റം ഖേദമുള്ള ആളുകളുടെ കൂട്ടത്തിൽ അദ്ദേഹം പെട്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അദ്ദേഹത്തെ ഖേദത്തിൽ അകപ്പെടുത്തുകയും അദ്ദേഹത്തെ തൗബയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. കൊന്നവന് ഇത്തരത്തിൽ വലിയ പ്രയാസമുണ്ടായി. ഈ സംഗതികളൊക്കെ കാരണം മിൻ അജ്ലി ദാലിക കതബ്ന അലാ ബനി ഇസ്രായീൽ അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ, ഈ കാരണം കൊണ്ട് ബനു ഇസ്രായേലിന് നാം നിയമമാക്കി, ആരെങ്കിലും ഒരാളെ കൊന്നാൽ മറ്റൊരാൾക്ക് പകരമല്ലാതെ അല്ലെങ്കിൽ ഫസാദിന് പകരമല്ലാതെ അന്നമ ഖതലന്നാസ ജമിഅ, മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ്. അതേസമയം അമൻ അഹിയാഹ, ആരെങ്കിലും ഒരാളെ ജീവിപ്പിച്ചു കഴിഞ്ഞാൽ ഫക അന്നമ അഹിയന്നാസ ജമിയ, മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിച്ചതുപോലെയാണ്. ജീവിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക. ഒരാളെ രക്ഷപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തം മനുഷ്യരെ രക്ഷപ്പെടുത്തിയതിന് സമമാണ്. അള്ളാഹുവിൻ്റെ ഹുക്കൂക്കുകൾ, അവൻ്റെ പരിധികൾ, അവകാശങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ കരസ്ഥമാകുന്ന ശിക്ഷാവിധികളെക്കുറിച്ചും ഹുദൂദുകളെക്കുറിച്ചും ഈ സൂറയിൽ സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം ജൂതക്രൈസ്തവർ അള്ളാഹുവിനോട് ചെയ്ത കരാർ ലംഘനത്തെക്കുറിച്ചും ഒടുവിൽ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ നാം പൂർത്തീകരിച്ചു തന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കരാറുകളെ വൈൻഡപ്പ് ചെയ്തുകൊണ്ടുള്ള അവസാനം ഇറങ്ങിയ കൂട്ടത്തിലുള്ള ആയത്തും നമുക്ക് ഈ സൂറയിൽ കാണാൻ കഴിയും. അൽയൗമ, ഇന്ന് അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീനിനെ നാം കംപ്ലീറ്റ് ചെയ്തു, പെർഫെക്റ്റ് ചെയ്തു നിങ്ങളുടെ ദീനിനെ. വഅത്മംതു അലൈക്കും നിഅമതി, നിങ്ങളുടെ മേൽ എൻ്റെ നിഅമത്തിനെ, എൻ്റെ അനുഗ്രഹങ്ങളെ നാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഇസ്ലാമിനെ ദീനായിട്ട്, വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, കംപ്ലീറ്റ് സബ്മിഷൻ, പൂർണ്ണമായ അള്ളാഹുവിനുള്ള സബ്മിഷനെ നിങ്ങൾക്ക് നാം ദീനായിട്ട് തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു എന്ന ആയത്ത് നമുക്ക് ഈ സൂറയിൽ കാണാൻ കഴിയും. ഈ സൂറയിലെ ആയത്തുകളെ മുൻനിർത്തിയുള്ള കൂടുതൽ റിഫ്ലക്ഷൻസ്, വരും ടോക്കുകൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.